നമസ്കാരം. ഈ മൗദൂദികൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ ബി ടീം തന്നെയാണ്. എവിടങ്ങളിലൊക്കെ സംഘപരിവാറുകാർ പ്രതിസന്ധിയിലാകുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം രക്ഷയ്ക്ക് മൗദൂദി എത്തും. അത് പലകുറി പല സന്ദർഭത്തിൽ ഈ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാം അങ്ങ് ഡൽഹിയിൽ പോയി കേന്ദ്രത്തിന്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീൽ എന്താണെന്ന് പലകുറി പലർക്ക് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ രാജ്യം ഒരു വലിയ നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ നിൽക്കുന്ന വേളയിൽ ഒരു മൗദൂദിക്കാരൻ, അത് മീഡിയ വൺ കമ്പനിക്കകത്ത് നിന്ന് പുറത്തിറങ്ങിയ ഒരുത്തൻ, അവൻ നേരെ അങ്ങ് ഡൽഹിക്ക് പോയി മനോരമ ചാനലിനെ തന്നെ കാണുകയാണ്. കാര്യം ഈ സമരത്തിനെതിരെ പലപ്പോഴും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രന്മാരുടെ ഏജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്രന്മാർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ചാനലാണ് മനോരമ. അവരുടെ മുന്നിലേക്ക് തന്നെ എത്തുന്നു. വയനാട്ടുകാരനാണ്, മലയാളിയാണെന്നുള്ള നിലയ്ക്ക് ഇത്ര ആയിരം ആൾക്കാർ വന്നുകൂടിയ ഇടത്ത് നിന്ന് പരതി പിടിച്ചുകൊണ്ടൊരു പ്രതികരണം കൊടുക്കുകയാണ്. സംഘപരിവാറിന് ഈ നാട് നീളെ ആ സമരത്തിനെതിരെ പ്രചരിപ്പിക്കാനുള്ള ഒരു ആയുധമായിട്ട്, ഒരു വടിയായിട്ട് കൊണ്ടുകൊടുത്ത ഏറ്റവും വലിയ മോശം പ്രതികരണം. അവിടങ്ങളിലാണ് ഇവർ ബി ടീമാണെന്ന് ആവർത്തിച്ച് പറയുന്നത്. അലി അംജദ്, വയനാടാണ്. പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത്, ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, ആൻഡ് ദാറ്റ്സ് ഡീപ്ലി കണക്റ്റഡ് ടു ഇസ്ലാം, ഈവൻ സോളമൻ സുലൈമാൻ. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. ഇല്ല, ഞാൻ ഓൺലൈനിലൂടെ ആയിരുന്നു അറിയുന്നത്. അതായത് ഇതിനെ പിന്തുണയ്ക്കാതെ ഇരിക്കുന്നവന്മാർ മണ്ടന്മാരാന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോർ ജസ്റ്റിസ്, ഫോർ ലൈക്ക് ഈവൻ ഇത്ര അട്ടിക്കുള്ള പ്രൂഫാണ് അഗെയിൻസ്റ്റ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോർഡിനൊക്കെ ആയിട്ട് വന്നത്. എന്നിട്ട് സ്റ്റിൽ ദേ ആർ റൂളിംഗ് us. That's not justice. This government should fall down or it will fall down unless they serve justice to the people. Like നമ്മൾ ടാക്സ് കൊടുത്തിട്ട് നമ്മളെ കടിക്കുന്ന ഒരു പട്ടീനെ വാങ്ങേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. either they should, you have to rule, then rule better way. ഇതിവിടെ മനുഷ്യന്മാര് വളരെ ബാഡ് ക്വാളിറ്റി ഓഫ് ഗവേണൻസ് ആണ്. And obviously stressed out ആണ്, എഡ്യൂക്കേഷണൽ സിസ്റ്റം സ്ട്രെസ്ഡ് ഔട്ട് ആണ്. ആസ് വി ഓൾ നോ ദാറ്റ് ഒരുപാട് കാലങ്ങളായിട്ട് സെയിം മാറാത്ത കാര്യങ്ങളൊന്നും ഒബ്വിയസ്ലി എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. സോ we will try something new or what. Like there are many people who nowadays claim that they are the Mahdi, they are Jesus. Like I too have felt that, and I've told you that it's a deep Islamic subject, and I feel like I am the Mahdi, I am the Messiah, and opening it up. And if you, my people, local people, treat me like as I'm mad or sick, I can handle it, because after my death or 20 years along, I would be forgotten. Okay? കേട്ടല്ലോ. ആ പ്രതികരണത്തിന് ശേഷം പിന്നെയും കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്ന് അതേ മൗദൂദി അതിനെ ന്യായീകരിക്കുകയാണ്. അതിനെതിരെ സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഈ പറയുന്ന യുവത്വങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ അവൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ന്യായീകരിച്ചുകൊണ്ട് എവിടങ്ങളിലൊക്കെ അനാവശ്യമായിട്ട് മതം തിരികെ കയറ്റി മതത്തിന്റെ പേരിൽ സ്പോൺസേർഡ് ആക്കിക്കൊണ്ട് പലതിനെയും നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ് മൗദൂദികളെന്ന് പലകുറി നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. അവർക്ക് പലസ്തീൻ വിഷയമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ അനവസരത്തിൽ അനാവശ്യമായ ഇടങ്ങളിൽ കൊണ്ടുവന്ന് മതം തിരികെ കയറ്റി എന്താണോ ഉന്നയിക്കുന്ന വിഷയം ആ വിഷയത്തിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുത്തുന്ന പ്രതികരണം, ആ പ്രതികരണം നടത്തിയതിനു ശേഷമുള്ള അവന്റെ ന്യായീകരണം കൂടി കേട്ടെ. ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. മേ പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ബി അപ്പോൺ യു. അസ്സലാമു അലൈക്കും. സോ ഞാനൊരു ബൈറ്റ് കൊടുത്തിരുന്നു മനോരമ ന്യൂസിനോട്. സോ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവർക്കൊരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് അവർ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ ഹാവ് ബീൻ ഗെറ്റിംഗ് very beautiful positive reviews from a side, and at the same time I don't care about the dogs who bark. Even if the dogs bark, the caravan will keep on moving. And ഞാൻ സംഖ്യയാണോ കുങ്കിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോ, ഞാൻ സുഡാപ്പിയാണെന്ന് പറയുന്നവരുണ്ട്. ഐ ഡോണ്ട് കെയർ വാട്ട് എവർ യു കോൾ മീ. ലൈക്ക് ഞാൻ ലൈക്ക് ഒരു വയനാട്ടുകാരനാണ്. ഞാൻ 10ാം ക്ലാസ് വരെ വയനാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ചു. 9ാം ക്ലാസ്സിൽ ഞാൻ ക്രിക്കറ്റ് അക്കാഡമിയിലുണ്ടായിരുന്നു.
and I worked abroad, UAE 2 year, 3 year in Saudi Arabia, one of the billionaires' home, Al Muhaidib family, as a housekeeper, shoes cleaning, food service, നലന്തോട അത് ഇതൊക്കെ ആയിട്ട് 1500 റിയാലിന് 3 കൊല്ലം പണിയെടുത്ത് നോക്കുമ്പോൾ പിന്നെ വെയ്ക്കണില്ല, നിർത്തി പോരാന്ന് വിചാരിച്ചു. അവിടെ ബോംബ് ഭീഷണിയൊക്കെ, രാത്രി കടന്നുറങ്ങുമ്പോഴേ ചില്ലിൻ്റെ അടുത്തൊന്നും കിടക്കണ്ട, വേഗം മാറി നിന്നോ, ലൈക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ 911 വിളിക്കണം. Against me, I know that, I told you that even if the dogs bark, the caravan will keep on moving. That's it. കേട്ടല്ലോ. ഇനി നിങ്ങൾ പറയും, മൗദൂദികൾ ഉൾപ്പെടെയുള്ളവരെ സംഘിയെ പോലെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ലേ? അവരുടെ ലക്ഷ്യം ആവശ്യത്തിനും അനാവശ്യത്തിനും മതകൃഷി മാത്രമാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി സമൂഹത്തിൽ ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ കഴിയുന്നിടത്ത് എല്ലായിടങ്ങളിലും മതം മതം മതം. അത് ഏതെങ്കിലും കളിക്കളങ്ങളിലായിക്കോട്ടെ, ഫുട്ബോൾ മത്സരങ്ങളിലായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു, ഇത്രയും വലിയൊരു സമരം അവിടെ യുവത്വങ്ങൾ രാഷ്ട്രീയമില്ലാതെ അല്ലെങ്കിൽ യാതൊരു തരത്തിൽ മതത്തിന്റെ പിൻബലമില്ലാതെ അവർ ഒത്തുചേർന്ന് ഒരു വലിയ പോരാട്ട ഭൂമിയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു തോന്നിവാസം പറഞ്ഞതിന് ശേഷം അവനെ പഠിപ്പിച്ച മൗദൂദികളുടെ ആ തലച്ചോറുണ്ടല്ലോ, ആ തലച്ചോറിലൂടെ പിന്നെയും പിന്നെയും ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തൊക്കെ മതം കൊണ്ട് തിരികെ കയറ്റി ഉന്നയിക്കുന്ന വിഷയത്തിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുത്തുക, ആ വിഷയത്തിന്റെ ശരിയായ ദിശയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്താണോ സംഘപരിവാർ ചിതറി നിൽക്കുന്നത് അവരെ തിരിച്ചു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങളെ, ആ മൗദൂദി ആശയങ്ങളെ നമ്മൾ ഒരുമിച്ച് നിന്ന് ചെറുക്കേണ്ട സന്ദർഭമാണെന്ന് ഈ സന്ദർഭത്തിൽ പറയാതെ നിർവാഹമില്ല.